സ്നേഹമസൃണമായ രാജകാലഘട്ടം. ധർമ്മ അധർമ്മ വ്യതികാനങ്ങളിലൂടെ തന്നെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതായ രാജാക്കന്മാർ, അധർമ്മികളെ വേണ്ട സമയത്ത് താക്കീത് നൽകിയും വേണ്ട ശിക്ഷയും നൽകുന്ന രാജകാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറവില്ല. ഒരാൾ പോലും മഹാബലി ചക്രവർത്തിയുടെ അടക്കം ഭാരതത്തിലെ ചരിത്രങ്ങളെടുത്താൽ ശ്രീരാമചന്ദ്രസ്വാമി ആയാലും ആരായാലും കൃഷ്ണൻ രാജ്യഭരണം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും. അപ്പോൾ ഭാരതത്തെ ചരിത്രങ്ങൾ നമുക്ക് ശിബിരാജാവായാലും ആരായാലും രാജവംശത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാലോ ഡൽഹി ഇന്ദ്രപ്രസ്ഥം എന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോയാണ്. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്ന് തന്നെ കൊണ്ട് തിരിച്ചു കൊണ്ടിരുന്നതാണ് ഇന്ദ്രപ്രസ്ഥം. അപ്പോൾ കൗരവന്മാരായിരിക്കും ദുഷ്ടന്മാരായിരുന്നു അല്ലാന്ന് പറയുന്നില്ല, പക്ഷേ അവരുടെ പ്രജകളാണെങ്കിലും ഇപ്പോൾ പട്ടിണി കിടന്നിട്ടില്ല എന്നർത്ഥം. മഹാദേവൻ്റെ ഭക്തനായ ജടാകടാക ഭ്രമർ നിരുംബനർജരി എന്നുള്ളതാ മഹാദേവൻ്റെതാ. അവിടെ കൈലാസം എടുത്ത് അമ്മാനമാടിയപ്പോൾ പാർവതീദേവിക്ക് ആകപ്പാടെ കുലുങ്ങിപ്പോയി എന്നൊക്കെ പറയണം. പാർവതീദേവി പേടിക്കുകയോ ഒന്നുമില്ല, കുലുങ്ങിപ്പോയി. അപ്പോൾ ഭക്തനായിട്ടും കൂടി ഇതാ മഹാദേവൻ എന്ത് ചെയ്തു, മഹാദേവൻ പതുക്കെ പതുക്കെ ഒന്ന് ചവിട്ടി. കഴിഞ്ഞ മിഞ്ഞാന്നേൻ്റെ തലേദിവസം കൊണ്ട് എവിടെ കൊണ്ട് ഭൂഖണ്ഡം ഉണ്ടായി, മഹാദേവൻ ചട്ടിയതാ. അപ്പോൾ രാവണൻ്റെ കൈപ്പറ്റി കൈലാസത്തിൻ്റെ അടിയിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാണ് ജടാകടാക സംഭ്രമം ഭ്രമണം നിരുംബനർധിനി വിലോകലോകവല്ലരി വിരാജമാനമർധിനി എന്നുള്ളതായ ഇത് എല്ലാ പുസ്തകങ്ങളും എടുത്തു നോക്കുക. രാവണ വിരചിതം എന്നാണ്. അപ്പോൾ രാമൻ ഭക്തനല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഭക്തനായിരുന്നു. ഈ സ്വർണ്ണമയീ ലങ്ക മുഴുവനും സ്വർണം. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില നമ്മൾ കേട്ടിയാൽ ഞാൻ തന്നെ തലയിറങ്ങി വീഴും. ഈ സ്വർണ്ണമയീ ലങ്കയിൽ സ്വർണ്ണമയമായിരുന്നു എന്നർത്ഥം. അവിടെ എന്ത് പറ്റി? അവിടെ പറ്റിയത് ഇത്രേ ഉള്ളൂ, ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ കട്ടോണ്ട് വന്നു. അതുകൊണ്ട് തന്നെയാണ് നാശം സംഭവിച്ചത്. പക്ഷേ അവിടെ ഒരു ആസുരഭാവം ആരെങ്കിലും രാക്ഷസഭാവമാണെങ്കിലും എന്തെങ്കിലും നമുക്ക് നോക്കിയാൽ അറിയാം. ഇതാ ശ്രീലങ്കയിലായിരുന്നിട്ട് കൂടി നമുക്കറിയാം. ഭാരതത്തിൻ്റെ തൊട്ടടുത്തുള്ള 2-3 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി നമ്മൾ ഭാരതത്തിൻ്റെ അടുത്തുള്ള ചരിത്രങ്ങൾ നമ്മൾ വർണ്ണിക്കുമ്പോൾ അറിയാം. ദ്വീപുകളെ പറ്റി വർണ്ണിക്കുമ്പോൾ അറിയാം. അവിടെ മുഴുവനും ജനഹിതം മാനിച്ചാണ് രാജാവ് ഭരണം നടത്തിയിരുന്നത്. രഘുവംശിത സുധാംപതി ചന്ദ്രശ്രീ ആയിരിക്കുന്നതായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിത്രങ്ങളിലൂടെ പോകുമ്പോൾ, ഇനിയും വരുന്നതായ വാമനമൂർത്തിയുടെ ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓണം എന്തായിരിക്കണം? ആദ്യം സ്തുതിക്കേണ്ടത് ഈശ്വരനെ തന്നെയാണ് എന്നർത്ഥം. വാമനമൂർത്തിയെ സ്തുതിക്കുക, പിന്നീട് മഹാബലിയെ സ്തുതിക്കുക. അപ്പോൾ ദാനം കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവരിലേക്ക് തന്നെയാണ്. അതാണ് നമ്മൾ മെസ്സേജ് അയക്കാറുള്ളത്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുമ്പോൾ ആലോചിക്കുക. പലപ്പോഴും കുട പോലെയാണ് നമ്മളൊക്കെ. പണ്ട് ആതപത്രം എന്നേ പേരുണ്ടായിരുന്നുള്ളൂ, വർഷത്രം എന്നല്ല പേര്. ചൂട് സമയത്താണ് കുട കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതാണ് പാലക്കാട് സൈഡിലൊക്കെ കഴിഞ്ഞ മുമ്പത്തെ മാസമൊക്കെ സൂര്യാഘാതം ഉണ്ടായത് എന്നർത്ഥം. അപ്പോൾ ആതപത്രം എന്നേ പേരുണ്ടായിരുന്നുള്ളൂ, വർഷത്രം എന്ന് പേരില്ല. അപ്പോൾ മഴയത്താണോ വെയിലത്താണോ, ഇന്ന് വരെ ജീവിതത്തിൽ മഴയത്ത് ഞാൻ കോട്ട് ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കുട, ആ കുടയൊക്കെ എന്താ ധർമ്മം? കുട മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷിക്കുക. എന്നിട്ട് ആ കുട എന്ത് ചെയ്യുന്നറിയാമോ? കുട നീർത്തി വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മടക്കി വയ്ക്കും. അപ്പോൾ തന്നെ മടക്കി വയ്ക്കും, അത് തുരുമ്പ് പിടിച്ച് പോകും. അങ്ങനെയല്ല, കുട മഴയത്താണെങ്കിൽ നീർത്തി വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മടക്കി വയ്ക്കുക. അത് അകത്തേക്ക് കയറ്റുമില്ല. ഇറയത്താണെങ്കിൽ ഇറയത്ത്. ഇപ്പോൾ സ്ഥാപനങ്ങളിലാണ്, ഹോട്ടലുകളിലാണ് പുറത്തെ സ്ഥാനം. അതുപോലെയാണ് എന്നെ പോലെയുള്ളവർക്ക് പുറത്താണ് സ്ഥാനം. കാരണം അങ്ങനെ ആ സ്ഥാനമുള്ളൂ. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ലോകത്തിന് നന്മ ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് കുടയുടെ സ്ഥാനമേ ഉള്ളൂ. കാരണം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് ഓരോരുത്തരോട് ഇരന്ന് ആവശ്യപ്പെട്ട് കാല് പിടിച്ചിട്ട് തന്നെയാണ് ആ കുട്ടികൾക്ക് നമ്മൾ ആഹാര വസ്ത്രാദികൾ എത്തിക്കുന്നത്. അതെന്താ ഗുണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഞങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാർത്ഥന ഈ കൊടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. ഞങ്ങളെ കണ്ടുപരിചയമില്ലാത്ത നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നമ്മൾക്കാണ് എല്ലാ പ്രയോജനവും ചെയ്യുന്നതെന്നർത്ഥം. അപ്പം പ്രായോഗിക വേദാന്തത്തിലൂടെ നോക്കുമ്പോൾ ഓരോ ജീവിയും ഓണം ഉണ്ണണം, വേണ്ടേ? കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച് നടിപ്പിച്ചതായ ചെടികളിൽ നിന്നും പൂ പറിച്ച് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ, ഇനി തോവാളയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നതായ പൂവ് ഇട്ട് ഓണം ആഘോഷിക്കുമ്പോൾ 2 പൂക്കളത്തിൻ്റെയും ഭംഗി നോക്കുക.
നമ്മൾ ചാരംപൊടി, ചാരം മുതലായി ഇട്ട് നട്ടുവളർത്തിയ ചെടിയിൽ നിന്നുണ്ടാകുന്ന പൂക്കളിടുന്ന പൂക്കളവും നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചിരുന്ന പൂക്കളവും ഇപ്പോൾ റെഡിമെയ്ഡ് പൂക്കളമൊക്കെ ഉണ്ടെന്നാണ് പറയുക. അതങ്ങോട്ട് വെച്ചാൽ മതി എന്നാണ് പറയുക. അപ്പോൾ അത്തം പത്തിന് പൊന്നോണം ആയിരിക്കുന്നതായ ഓണത്തിന് അത്തം പത്തിന് സ്മോൾ ഓണം ആവരുന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അത്തം പത്തിന് പൊന്നോണം തന്നെ ആയിരിക്കണം, അത്തം തന്നെ സ്മോൾ ഓണം ആയിരിക്കരുത് എന്നർത്ഥം. ലഹരി ആനന്ദ ലഹരിയായിരിക്കണം എന്നർത്ഥം. ഈശ്വരൻ എന്നുള്ള ലഹരിയായിരിക്കണം, രാജാവിനെ സ്നേഹിക്കുന്നതായ ലഹരിയായിരിക്കണം. അപ്പോൾ ലഹരി ആനന്ദ ലഹരിയായിട്ട് പോകുമ്പോൾ, അപ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ആനന്ദലബ്ധിക്ക് 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് ഭഗവാനെ പൂജിക്കുക, അതേപോലെ തന്നെ ഭഗവാന് കൊടുക്കുന്ന ഭക്ഷണം പോലെ തന്നെ ഒരംശം ലോകത്തിലുള്ള സകലവിധ ജീവികൾക്കും കൊടുക്കുക. എന്നാൽ പിന്നെ ഉത്സവലി അടക്കം ഓരോ ബലിയടക്കം സർപ്പബലിയോടക്കം തൂവണം എന്ന് പറയുന്ന പണ്ട് വാസുബലി തൂകി, ഇപ്പോൾ സൗകര്യത്തിന് ഉരുള ഉരുട്ടി വെച്ചു വാസുബലിയൊക്കെ തൂവാറേ ഉള്ളൂ. കാരണം വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ഇത് അടിച്ചു വാരി വൃത്തിയാക്കാനും ബലി തൂവലെന്നർത്ഥം. അഗ്നിക്ക് തൂവുമ്പോൾ കല്ല് തന്നെയല്ലല്ലോ വീണേ, അതിന് ചുറ്റും വീഴണം. കാരണം അതിൻ്റെ ഒരംശം ഓരോ ജീവികൾക്കും ഉണ്ട്. ഇപ്പം നമ്മളിവിടെ തലപ്പുഞ്ചൽ അഗ്നേ തേജോധിപതയെ രുദ്രപാർഷദായ നമ എന്ന് പറഞ്ഞു തൽപാർഷദേഭ്യോ നമശിവായ ഓം തളിച്ചിട്ട്, അപ്പോൾ ആ തൂവുമ്പോൾ അതിൻ്റെ ചുറ്റും കിടക്കുന്നതായ പിന്നീട് അത് മണ്ഡപത്തിൽ നമസ്കരിച്ച് തുറന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ കിടക്കും. അപ്പോൾ എന്തുകൊണ്ടായി താഴെ വീണതിൻ്റെ അംശം എന്ത് കിട്ടും? അവിടെയുള്ള ഉറുമ്പ്, ഒച്ച മുതലായ കഥാപാത്രങ്ങൾക്ക് കിട്ടും. അപ്പം ഒരു വറ്റ് എങ്കിലും അതിനും എത്തിക്കാൻ സാധിക്കുന്നത് ശാസ്ത്രീയമായിട്ടുണ്ട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ അംശവും സർപ്പബലിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കുമ്പോൾ നമ്മളുടെയൊക്കെ സർപ്പബലിക്ക് നമുക്ക് കണ്ടറിയാം, അവിടെ ആ മഞ്ഞപ്പൊടിയിൽ കൂടെ പാമ്പ് പോയതായ വര നമുക്ക് കാണാൻ സാധിക്കും. അടച്ചിട്ടതായ മുറിയിൽ എങ്ങനെ പാമ്പ് വരുമെന്ന് വെച്ചാലോ, സർപ്പദൈവങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാൻ പാടില്ലേ? എൻ്റെ മുറ്റത്ത് ഇന്നലെയും പ്രത്യക്ഷപ്പെട്ടു, ഇന്നലെ വൈകുന്നേരവും. അപ്പോൾ പ്രത്യക്ഷ ദൈവങ്ങളാണ് ഇതെല്ലാം മൃഗങ്ങളാണ്. അട്ട, വലിയ അട്ട, ചെറിയ അട്ട, പാമ്പ് വർഗ്ഗങ്ങളെല്ലാം മൃഗങ്ങളിൽപ്പെട്ടതാണ്, മഹാദേവൻ്റെ കഴുത്തിൽ കിടക്കുന്നതായ. അപ്പോൾ വിഷം ചീറ്റപ്പെടേണ്ടത് ചീറ്റി തന്നെ പോകണം, ഉള്ളിലുള്ള വിഷം പുറത്തു തന്നെ പോയേ പറ്റുള്ളൂ. അവിടെ അമൃതമന സമയത്ത് വാസുകിയുടെ വിഷം മുഴുവനും അത് വ്യാപിഹാലാകലം വിഷം അപക്ഷയം മഹാദേവ കൃപയാ ഭൂതഭാവന, തലപ്പുഞ്ച മഹാദേവൻ ലോകരക്ഷ, ഒരാളും വന്നില്ല എന്നർത്ഥം. ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ 4 കൈയും വെച്ച് ആയുധം പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ. മഹാദേവന് ഒറ്റും മടിയുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ലോകരക്ഷക്കായിക്കൊണ്ട്. വേറെ ആരും വന്നില്ല. മഹാദേവനാ കൃപയാ ഭൂതഭാവന. അവിടെ തശ്ച സാധോ വിഭൂഷണം, അവിടെ കഴുത്തിൽ നീലകണ്ഠനായിട്ട് മാറി. ആൾക്കാർ പറഞ്ഞു, ചിലർ പറഞ്ഞു പാർവതീദേവി കഴുത്തിൽ കയറി പിടിച്ചു എന്ന്. അത് അവൻ്റെ ഭർത്താവിനെ കയറി പിടിക്കുന്നതിൻ്റെ ഓർമ്മയിലാണ്. പിടിച്ചിട്ടേ ഇല്ല കേട്ടോ. അവിടെ വ്രതം എടുത്തുകൊണ്ട് മഹാദേവൻ്റെ ശരീരത്തിൽ വിഷം ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർവതീദേവി എല്ലാ അർത്ഥത്തിലും വ്രതം എടുത്തു എന്ന് മാത്രമേ പുരാണങ്ങളിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്നാണ്. വാമനമൂർത്തി ഒന്നാണ്, ഇനി ഭദ്രകാളി ദേവിയോ അതും ഒന്നാണ്. ഒന്ന് എന്നാണ്, ഒറ്റ ഒന്നേ ഉള്ളൂ. ഒന്ന് ബോർഡിൽ എഴുതി, നമ്മൾ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ബോർഡിൽ ഒന്ന് എഴുതി. പിന്നീട് അതിനെ എന്ത് ചെയ്യണം? അതിനേക്കാളും വലുതൊന്നില്ല, 2 ഇല്ല, 3 ഇല്ല. അതിന് വേണമെങ്കിൽ വേറൊരൊന്ന് ഇപ്പുറത്തിട്ടിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒന്നാന്ന് പറയാൻ പറ്റും. ഒന്ന് നട്ടലോടുകൂടി തന്നെ ഷടാധാര പങ്കേർഭാന്തർ വിരാജ സുഷുമ്നാന്തരാളി സംഖ്യകൾ നമ്മൾ എടുത്തു നോക്കുക. നട്ടലോടുകൂടി നിൽക്കുന്ന ഒരൊറ്റ സംഖ്യ ഉള്ളൂ, 1. ഷടാധാര പങ്കേർഭാന്തർ വിരാജ 1. ആ 1 നട്ടലോടുകൂടി കൃത്യം നിൽക്കുന്ന ഒരേ സംഖ്യ ഉള്ളൂ. 7 പോലും വളമുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സംഖ്യ വളവില്ലാത്ത പറയാൻ പറ്റും. അപ്പം ഒന്നായി തീരാൻ, ഒന്നായി എത്തിക്കാൻ എല്ലാ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങളിൽ നിന്ന് ഏത് സഹോദരന്മാർക്കും സഹകരിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ഉണ്ടുമ്പോൾ ഈ തവണ നമുക്കൊന്ന് നോക്കാം, രുചി കൂടുതലുണ്ടോ എന്ന് നോക്കാം. സംശയമൊന്നുമില്ല. ആ കുട്ടികളോടൊപ്പം, ആ ജീവികളോടൊപ്പം, എല്ലാവരോടൊപ്പം ഓണം ഉണ്ടുമ്പോൾ എന്തുണ്ടാവും? നമ്മളറിയാതെ അകത്തേക്ക് സദ്യ ഉണ്ണാൻ സാധിക്കും, അതിൻ്റെ രുചി അറിയാൻ സാധിക്കും. ജിതം സർവം ജിതേരസ എന്ന ഭാഗവതത്തെ പറയുന്നത് 2 അർത്ഥത്തിൽ നാക്കിന് ജയിക്കാൻ സാധിക്കണം. ഒന്ന്, നല്ല വാക്കുകൾ ചൊല്ലുക. രണ്ടാമതോ, ക്വചിതൽഭം ക്വചിൽ ഭൂരി, അവനവൻ കഴിക്കുന്ന ആഹാരത്തിന് യാതൊരു കാരണവശാലും നിവേദ്യ സാധനങ്ങളെയോ അവനവൻ കഴിക്കുന്ന ആഹാരത്തെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. അത് ശാസ്ത്രീയമായി തെളിയിച്ച വിഷയമാണ്.
നിവേദ്യ സാധനങ്ങളെയോ അവനവൻ കഴിക്കുന്ന ആഹാരത്തെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം 7 ദിവസം പട്ടിണി കഴിക്കേണ്ടി വരും. അപ്പോൾ ജിതം സർവം ജിതേരസേ. അപ്പം അങ്ങനെ ജയിക്കാൻ സാധിക്കുമ്പോൾ യഥാർത്ഥ രസമായ വാമനമൂർത്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ രസം പകർന്നു തരും ഭഗവാനും അതുപോലെ തന്നെ ബലി ചക്രവർത്തിയും രസമായിട്ട് ആഘോഷിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.